ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ രാത്രിയാണ് മച്ചാമാരെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ലൈവ് വരുന്നുണ്ട്. ഫ്രണ്ട്ലി മാച്ചും 1vs1 കോ മാച്ചൊക്കെ. ഇന്നലെ നമ്മൾ എന്താ പറയുക റാങ്ക് പുഷ് കളിച്ചില്ല, പക്ഷെ നമ്മൾ 1vs1 പിന്നെ കോ മാച്ചും കളിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ നമുക്ക് ഉഷാറാക്കാം. അതുപോലെ തന്നെ മച്ചാമാരെ, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി ഗൈസ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നൊസ്റ്റാൾജിയ പാക്ക് ഓപ്പണിങ് ചെയ്തു. ഞാൻ 2000 കോയിനാണ് വെറും 1.5 മാസം കൊണ്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിനെപ്പറ്റിയുള്ള വീഡിയോ പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന കാര്യങ്ങളെപ്പറ്റി, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ റൊണാൾഡീനോൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ റൈഗാർഡിൻ്റെ ഒക്കെ ലെജൻഡ് പാക്ക് ഓൾറെഡി 30 ആനിവേഴ്സറി എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പേര് ചോദിച്ചു ഇന്ന് എന്താ വരാത്ത ബ്രോ. എല്ലാവരും ഏകദേശം പറഞ്ഞായിരുന്നു ഇന്ന് പ്ലെയർ വരും എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അതിനെപ്പറ്റിയുള്ള ഒന്നും വന്നിട്ടേ ഇല്ല. അപ്പം നിലവിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറ്റി പറയാൻ വെച്ചാൽ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയുവാണ് വെച്ചാൽ ഞാൻ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാമരെ, ഞാനിപ്പോൾ എനിക്ക് 2 ഫോണുണ്ട്. അപ്പം ഒന്ന് നമ്മുടെ iOS, ഒന്ന് നമ്മുടെ ആൻഡ്രോയിഡും ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് അധികം വിലയുടെ ഒന്നുമില്ല, ഒരു 10,000 രൂപയാണ്. അപ്പോൾ ആ ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം, അതായത് റാമും കാര്യങ്ങളും ഫോൺ ലാഗ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര വർഷമായി, ഞാനിപ്പോൾ ഇത് ഒരു 4 വർഷമൊക്കെ ആയപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഞാൻ എന്താ പറയുക യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മോച്ചി ക്ലോണർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി സ്പേസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞാൻ മൾട്ടി സ്പേസ് ആണ് ഉപയോഗിക്കുന്നത്, അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഞാൻ അത് വെച്ച് നിങ്ങൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കോയിൻ എന്താ പറയുക സേവ് ചെയ്തിട്ട്, അതായത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഒരു അക്കൗണ്ടിൽ ഞാൻ ഓൾറെഡി എന്താ പറയുക ഇനിയിപ്പോൾ നാളെ നല്ല പാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്യാമ്പയിനൊക്കെ ഉള്ള സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാസം എന്താ പറയുക എങ്ങനെ പോയാലും ഇപ്പം PvP മാച്ചസ് ഒക്കെ കളിച്ചാണെങ്കിൽ ഒരു 650-600 കോയിൻ ഒരു മാസം എന്തായാലും സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആപ്പിൽ സേവ് ചെയ്യുക, ഒരെണ്ണത്തിൽ നിങ്ങൾ എന്താ പറയുക കിട്ടുന്ന പൈസയൊക്കെ കളയുക. കാരണം അങ്ങനെ കളയാനല്ല, വരുന്ന പാക്കിനനുസരിച്ച് 100 കോയിൻ അങ്ങനെയൊക്കെ കറക്കുക. കാരണം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയർ എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഈ ആപ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ട്, അതായത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലാഗ് ആണെങ്കിൽ ഫോണിനനുസരിച്ച് ലാഗ് ആണെങ്കിൽ നിങ്ങൾ ബാക്ക് ആവും, പിന്നെ മൊത്തത്തിൽ പണിയാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചെയ്യുക. കാരണം നമ്മൾ ഈ ഐഫോണിൽ അതിൻ്റെ ആപ്പ് ഒരെണ്ണം കിട്ടിയിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേണേൽ പറഞ്ഞു തരാം കേട്ടോ മച്ചാൻ. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ആപ്പ് നല്ല ആപ്പാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിലവിൽ എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. കാരണം 1, 2 വലിയ കുഴപ്പമില്ല, പക്ഷേ 3 നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫോണിൽ ഒരു 3ാമത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മാച്ചും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല, അതായത് ഡിവിഷൻ മാച്ചൊന്നും കളിക്കാൻ പറ്റില്ല. അതായത് ഫോണിൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അപ്പം ബാക്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ അതുപോലെ വെച്ചാൽ ഓൾറെഡി എന്താ പറയുക നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാക്കാണ് നമ്മുടെ ഈ ഒരു ആനിവേഴ്സറിൻ്റെ ബിഗ് ടൈം. അപ്പോൾ ഗൈസ് ഓൾറെഡി നമ്മുടെ ഇതൊക്കെ ഒരു 2-3 അതായത് ഒരു മാസം 2 ആഴ്ചയൊക്കെ മുമ്പൊക്കെ നമ്മുടെ പെസ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അല്ല, പെസ്സിലല്ല, ചൈനീസ് വേർഷനിൽ ഇതൊക്കെ മുമ്പേ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഓൾറെഡി മെച്ചാൽ ഇതിൻ്റെ ഈറ്റോ പാക്ക് ഞാനൊരു സബ്സ്ക്രൈബറോ അല്ല ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ചൈനീസ് കളിക്കുന്ന ഒരു ഇതിനകത്ത് കണ്ടായിരുന്നു. ഈറ്റോ പാക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് എത്രത്തോളം അത് കറക്റ്റാണ്. ഓൾറെഡി ഈ പാക്കൊക്കെ നമ്മളെക്കാട്ടും മുന്നേ വരുന്നതാണ് ചൈനീസിൽ. അപ്പോൾ ഓൾറെഡി അവർക്ക് ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെച്ചാൽ നമുക്കിനിയിപ്പം ഈ ഒരു ജൂലൈ 10-നാണ് പുതിയ ടീമും വരിക. അപ്പം ഒന്നുറപ്പാണ് ഇതിൽ ഈറ്റോ പാക്ക് അടങ്ങിയിട്ടുണ്ട്. കാരണം അത് എന്താ പറയുക എഡിറ്റഡ് വേർഷൻ അല്ല, ഞാൻ ആ പുള്ളിയുടെ വീഡിയോ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഈറ്റോ ഉണ്ട്. അപ്പം അതും ചൈനീസ് വേർഷനിലാട്ടോ വന്നത്. നമുക്ക് ഗ്ലോബലി വേർഷൻ ആൾക്കാർക്ക് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഈറ്റോ ഈ പാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മച്ചാൻ നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കൊനാമീസ് ബിസിനസ് ആണല്ലോ ഗൈസ്. അപ്പോൾ ബിഗ് ടൈം ആയിട്ടുള്ള കാർഡുകളാണ് ഇപ്പോൾ, ബിഗ് ടൈമും ഷോർട്ട് ടൈം കാർഡുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പിക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഗൈസ് എന്താ പറയുക, നമ്മൾ അന്ന് പറഞ്ഞ കുറേ പാക്കുകൾ എന്തായാലും കൊനാമി വരാണ്ടിരിക്കില്ല. കാരണം നമ്മുടെ മെക്കലയിലേക്ക് ഓൺ ദ വേ ആണ്. പക്ഷേ ഇപ്പം അവർ ഇറക്കൂല. ഇപ്പം അവർ ഇങ്ങനെ പാക്കുകൾ ഇറക്കിയതിന് ശേഷം നമ്മുടെ കോയിനൊക്കെ ഇതാക്കിയതിന് ശേഷമാണ് അവർ ആ പാക്കൊക്കെ കൊണ്ടുവരുള്ളൂ. അതേപോലെ തന്നെ അംബാസഡർ പാക്കൊക്കെ ഇനി വരാനുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ആപ്പ് സെറ്റാക്കിയിട്ട് സേവ് ചെയ്തിട്ട് ഒരു കോയിൻ സേവ് ചെയ്യുക, മറ്റൊരു സ്ഥലത്ത് കറക്കുക. അതിന് ഒരു 100-200 വെച്ച് കറക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ കുറേ നമ്മുടെ യൂസേഴ്സിന് എനിക്കായപ്പോലും മച്ചാൻ ഞാൻ ഫണ്ട് പൊട്ടിച്ചിട്ടില്ല ഈ അക്കൗണ്ടൊന്നും ഉണ്ടാക്കിയേ. 100-200 ഞാൻ കഴിഞ്ഞ ദിവസം നൊസ്റ്റാൾജിയ പാക്ക് ഇറക്കി, ആ കോയിനൊക്കെ നമ്മുടെ അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ മച്ചാൻ നമ്മുടെ ബിഗ് ടൈം ആയിട്ടുള്ള റൊമീൻ്റെ ഒരു കാർഡ് ഉണ്ട്. അതേപോലെ തന്നെ മച്ചാൻ ഇത്രയും കാർഡുകളാണ് ഞാനിത് കണ്ടത് അതിനകത്തുള്ളത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഈ കാർഡുകളിലൊക്കെ ഏതെങ്കിലും വരുമോ എന്ന്. സീക്കോ ഒക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ മച്ചാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഹെർണൻ ക്രെസ്പോ എന്ന് പറഞ്ഞൊരു കാർഡ് എപ്പിക്ക് കിടപ്പുണ്ട്. എപ്പിക്ക് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, ലാസ്റ്റ് ആകുമ്പോഴത്തേനെ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അതുപോലെ മച്ചാൻ ഇനിയിപ്പോൾ നമ്മുടെ വാൽവറുടെ കണ്ടോ, വാൽവറുടെ യമാല് ബെല്ലിംഗം, അതേപോലെ തന്നെ വാൻഡി നമ്മുടെ നാളെ ഓൾറെഡി ബെല്ലിംഗം ഒക്കെ മച്ചാൻ ഇത് 2 മാസം മുമ്പേ നമ്മുടെ ഓൾറെഡി 2 മാസം മുമ്പേ ചൈനീസ് വേർഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം
എനിക്ക് തോന്നുന്നത് അതിൽ വന്നു കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോഴത്തേനാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. ഞാൻ നോക്കിയപ്പം നമ്മുടെ ബിഗ് ടൈം മെസ്സിയുടെ കാർഡ് ഇപ്പം അതായത് അവിടെ കിടപ്പുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഗ്ലോബലി ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതാണ്. അപ്പം മെസ്സിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും ഫ്രെയിം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു കാർഡൊക്കെ ചിലപ്പോൾ ഒന്നുകൂടെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് പുതിയതായിട്ട് തുടങ്ങിയവർക്കും പിന്നെ എടുക്കാത്തവരൊക്കെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉപകാരവും. എൻ്റെ ഓൾറെഡി നമ്മുടെ ഈ ഒരു ബിഗ് ടൈം മെസ്സി ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക മച്ചാമാരെ ഏത് മെസ്സിയാണുള്ളതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമാണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ മച്ചാമാരെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇതൊക്കെയാണ്. പിന്നെ രാവിലെ ഗൈസ് വിനിയുടെ ഒരു കാർഡ് കണ്ടായിരുന്നു. ഈ വ്യാഴാഴ്ച വരുന്നുണ്ട് വിനിയുടെ ഒരു കാർഡും ജൂലൈ 3-ന്. പിന്നെ അതുപോലെ ജുവൻറ്റസും ഗൈസ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് എഡിറ്റഡ് അല്ല. ജുവൻറ്റസും ഈ ഫുട്ബോളും മിക്കവാറും എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുക്കും. എന്തായാലും എടുക്കട്ടെ ഗൈസ്. അന്ന് നമുക്ക് അത്രത്തോളം സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കും. പോപ്പയൊക്കെ വരും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മച്ചാമാർ ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും. പിന്നെ ഓൾറെഡി കേസ് റൂം ടൈപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. കാരണം ഇത് എത്രത്തോളം റിയൽ ആണെന്ന് അറിയില്ല മച്ചാമാർ. ഓൾറെഡി നമ്മുടെ 2026 ഒന്ന് ഉറപ്പാണ് നമ്മുടെ നല്ലൊരു സ്റ്റേഡിയം വരുന്നുണ്ട്. ഓൺ ദ വേ ആണ്. പിന്നെ അതുപോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് പാക്കും കാര്യങ്ങളും. അപ്പോൾ മച്ചാമാർ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ മച്ചാമാർ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.